എന്ത് ചെയ്യാനാ അവിടെ പോയിട്ട്? എന്താ അവിടെ ഉള്ളത്? അവിടെയോ? അവിടെ മംഗലം കാവുണ്ട്, മഞ്ചാടി കാടുണ്ട്, മംഗല്യ ദേവിയുണ്ട്, മംഗല്യ പുഴയുണ്ട്. പിന്നെ എന്റെ അമ്മാവ മാമ്പരത്തെ ഭാസ്കരൻ നമ്പ്യാരും ഉണ്ട്. ഓ തമ്പ്രാനൊക്കെ വണക്കം ചൊല്ലുന്നോ? കൊല്ലം ജില്ലയിലുള്ള കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമം. അയൽ സംസ്ഥാനങ്ങൾ സംസ്കാരവും ഭാഷയും സ്നേഹവും വിഭവങ്ങളും കൈമാറുന്ന യോജിപ്പിന്റെ ഇടം. കേരളത്തിന്റെ അതിരുകാക്കുന്ന പശ്ചിമഘട്ടത്തിന് കുറുകെ 2 നാച്ചുറൽ ഗ്യാപ്പുകളാണ് കേരളത്തിലുള്ളത്. പാലക്കാട് ചുരത്തിന്റെ വലിപ്പമില്ലെങ്കിലും ആര്യങ്കാവിലുള്ള സെങ്കോട്ടൈ ചുരം ഇരു സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ദക്ഷിണ കേരളത്തിലെ ഒരു പ്രകൃതിദത്ത ഇടനാഴിയാണ്. ചരിത്രമുറങ്ങുന്നൊരു തീവണ്ടിപ്പാതയുടെ മുകളിലൂടെയാണ് അന്തർ സംസ്ഥാന ദേശീയപാത 744 കടന്നുപോകുന്നത്. വർഷം 2010 കൂകിപ്പാഞ്ഞ അവസാന മീറ്റർ ഗേജ് തീവണ്ടിയുടെ ഗതകാല സ്മരണയുമായി മുഖം മാറിയ കൊല്ലം സെങ്കോട്ടൈ റെയിൽപാളം. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനിനൊപ്പം പഴയ മീറ്റർ ഗേജ് സ്റ്റേഷനും ബ്രോഡ് ഗേജിനായി നിർമ്മിച്ച ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനും കാണാം. പക്ഷേ തീവണ്ടി കാണണമെങ്കിൽ കാത്തിരിക്കണം. കണ്ണാറ പാലവും കോട്ടവാസൽ തുരങ്കവും കടന്നു വരുന്ന പാലരുവിയോ മധുരൈ എക്സ്പ്രസ് എത്തുമ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന ബോഗികളിൽ കയറിയിരുന്നാൽ സഖ്യനെ കടന്ന് തമിഴ്നാട്ടിലെത്താം. ആര്യങ്കാവിനെ സാംസ്കാരിക സമന്വയത്തിന്റെ ഭൂമിയാക്കുന്ന മറ്റൊരു സവിശേഷത ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ശബരിമലയിൽ ജാതിമത ഭേദമന്യേ ഏവരെയും സ്വീകരിക്കുന്ന സ്വാമിയുടെ സാന്നിധ്യം ആര്യങ്കാവിലും അനുഭവേദ്യമാണ്. ശബരിമല, കുളത്തൂപ്പുഴ, അച്ചൻകോവിൽ, പൊന്നമ്പലമേട് എന്നിവ കൂടി ഉൾപ്പെടുന്ന പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആര്യങ്കാവ്. യുവാവായ അയ്യപ്പനാണ് ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. റോഡിൽ നിന്ന് 35 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ കറുപ്പ് സ്വാമിയെയും കറുപ്പായി അമ്മയെയും കാവൽ ദൈവങ്ങളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാടിന്റെയും ദേശത്തിന്റെയും ഐക്യതയുടെ ദൃശ്യമാണ്. ചെന്തുരുണി വനമേഖലയുടെ നിഗൂഢതയും കല്ലടയാറിന്റെ കൈവഴികളുടെ കുളിർമയും ആര്യങ്കാവിനെ ചൂഴ്ന്നു നിന്ന് കൂടുതൽ മനോഹരമാക്കുന്നു. സഹ്യപർവ്വതത്തെ കടന്ന് തമിഴ്നാട്ടിലെത്തിയാൽ ഭൂപ്രകൃതി ആകെ മാറിയ ദൃശ്യാനുഭവമാണ്. കാടിറങ്ങി വിശാലമായ താഴ്വാരത്തിലേക്ക് കൃഷിഭൂമിയിലേക്ക് എത്തിയ അവസ്ഥ. വിദൂരത്ത് സഹ്യപർവ്വതവും കാറ്റാടിപ്പാടങ്ങളും. അരികെ സെങ്കോട്ടയ്ക്കപ്പുറം ആദിതമിഴിന്റെയും പാണ്ഡ്യവംശത്തിന്റെയും പൗരാണികതയും പ്രൗഢിയും പേറി തെങ്കാശി, കാശി വിശ്വനാഥരും.